എനിക്ക് പേടിയാകുന്നു. എന്നെ ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്കൂ. കഴിഞ്ഞ മാസം 29-ന് ഗസയിലെ റെഡ് ക്രസൻറ്റ് പ്രവർത്തകരെ തേടിയെത്തിയ 6 വയസ്സുകാരി ഹിന്ദിൻ്റെ ഫോൺ കോൾ. കുട്ടിയെ രക്ഷിക്കാൻ 2 സന്നദ്ധ പ്രവർത്തകർ അങ്ങോട്ട് കുതിച്ചു. 12 ദിവസം അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. ലോകത്തിൻ്റെ ആശങ്കയോടെയുള്ള ആ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഹിന്ദ് പഠിക്കാൻ മിടുക്കിയായിരുന്നു. വളർന്നു വലുതായി ഡോക്ടറാകണം, അധിനിവേശ സേനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കുഞ്ഞുങ്ങളുടെ വേദന മാറ്റണം. ഇതൊക്കെയായിരുന്നു കുഞ്ഞു ഹിന്ദിൻ്റെ സ്വപ്നങ്ങൾ. കഴിഞ്ഞ മാസം 29-ന് ഹിന്ദിൻ്റെ കുടുംബം താമസിക്കുന്ന ഫ്ളാറ്റുകൾക്ക് ചുറ്റും ഇസ്രായേൽ ബോംബിട്ടു. ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ഭീഷണി മുഴക്കി. ശക്തമായ ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവിതം കൊതിച്ച് യാത്ര ചെയ്യുകയായിരുന്നു ആ കുടുംബം. അൽ-അഹ്ലി ആശുപത്രിയുടെ അടുത്തേക്ക് പോവുകയായിരുന്നു ലക്ഷ്യം. ഹിന്ദിൻ്റെ ഉമ്മയും മൂത്ത മകനും കാൽനടയായി യാത്ര ചെയ്തു. നടന്ന് ബുദ്ധിമുട്ടേണ്ട എന്നു കരുതി ചെറിയ മോൾ ഹിന്ദിനെ ഉമ്മ അവരുടെ സഹോദരൻ്റെ കുടുംബത്തോടൊപ്പം കാറിൽ കയറ്റി. കാർ മുന്നോട്ട് നീങ്ങി കുറച്ചു സമയം ആയപ്പോഴേക്കും ഇസ്രായേൽ സേന അവരെ വളഞ്ഞു. ആ കാർ അവർ വെടിവെച്ചു തകർത്തു. ഹിന്ദിൻ്റെ അമ്മാവനും ഭാര്യയും മക്കളും തൽക്ഷണം മരിച്ചു. അമ്മാവൻ്റെ ഒരു കുട്ടിയും ഹിന്ദും മാത്രമാണ് ജീവനോടെ ഇരുന്നത്. അവർ കാറിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് നമ്പർ തപ്പിപ്പിടിച്ച് ഫലസ്തീൻ റെഡ് ക്രസൻറ്റിന് വിളിച്ചു. എങ്ങനെയെങ്കിലും തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ഇസ്രായേൽ സൈന്യം തങ്ങളെയും കൊല്ലാൻ വരുന്നുണ്ടെന്നും വെടിവെച്ച കേൾക്കുന്നുവെന്നും പറഞ്ഞപ്പോഴേക്ക് ഫോൺ ബന്ധം മുറിഞ്ഞു. സന്ദേശം കിട്ടിയ ഉടനെ കുട്ടിയെ തിരഞ്ഞ് ഫലസ്തീൻ റെഡ് ക്രസൻറ്റ് സൊസൈറ്റിയിലെ യൂസഫ് സൈനവും അഹമ്മദ് അൽ മദ്ഹൂനും അങ്ങോട്ട് കുതിച്ചു. പക്ഷേ പിന്നീട് ഇവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. ഇവരെ ജീവനോടെ കിട്ടണേ എന്ന പ്രാർത്ഥനയിൽ ലോകമാകെ കഴിയുകയായിരുന്നു. തകർന്ന ഹൃദയവുമായി അവളെ കാത്തിരിക്കുന്ന കൂട്ടത്തിൽ ഹിന്ദിൻ്റെ സ്വന്തം ഉമ്മയുമുണ്ടായിരുന്നു. 12 ദിവസമാണ് ആ കാത്തിരിപ്പ് നീണ്ടത്. ഒടുവിൽ ലഭിച്ച വാർത്ത അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നതായിരുന്നു. അവരെയെല്ലാം ഇസ്രായേൽ വെടിവെച്ചു കൊന്നിരുന്നു. ഇസ്രായേൽ നടത്തുന്ന കൃത്യമായ വംശഹത്യയുടെ തെളിവാണ് ഈ കൂട്ടക്കൊല. അന്താരാഷ്ട്ര സംഘടനകളുമായി ഏകോപനം നടത്തിയ ശേഷമാണ് ഹിന്ദിനെ രക്ഷിക്കാൻ റെഡ് ക്രസൻറ്റിൻ്റെ ആംബുലൻസ് പോയത്. യുദ്ധമുഖത്ത് ആംബുലൻസുകൾ, പ്രത്യേകിച്ച് റെഡ് ക്രസൻറ്റ് പോലെയുള്ള സംഘടനകളുടെ ആംബുലൻസുകൾ ആക്രമിക്കരുത് എന്നത് നിയമമാണ്. ഈ ആംബുലൻസ് കുട്ടികളെ രക്ഷിക്കാൻ വരികയാണെന്ന് അറിഞ്ഞു തന്നെയാണ് ഇസ്രായേൽ രക്ഷാപ്രവർത്തകരെ കൊന്നത്. ഹിന്ദുണ്ടായിരുന്ന കാറിൽ നിന്നും ഏതാനും മീറ്റർ അകലെ വെച്ചാണ് റെഡ് ക്രസൻറ്റിൻ്റെ ആംബുലൻസിന് നേരെ ഇസ്രായേൽ വെടിയുതിർത്തത്. 12 ദിവസം കഴിഞ്ഞ് മാത്രമാണ് ഈ മേഖലയിലേക്ക് അന്താരാഷ്ട്ര സംഘങ്ങൾക്ക് പോലും എത്താനായത്. അപ്പോഴേക്കും കാറിനകത്ത് ജീർണിച്ച നിലയിലായിരുന്നു ഹിന്ദിൻ്റെയും മറ്റു 5 കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ. ഹിന്ദും കുടുംബവും ഗസയിൽ കൊല്ലപ്പെടുന്ന 10,000-ങ്ങളിൽപ്പെട്ടവരാണ്. വെറും അക്കങ്ങളായി മാത്രം മാറുന്ന നിരവധി പേർ വേറെയുമുണ്ട്. ഗസയിലെ 19 ലക്ഷം മനുഷ്യർ അവസാന അഭയസ്ഥാനമായി കണ്ടിരുന്ന റഫായിലേക്കും ഇസ്രായേലിൻ്റെ പട്ടാളം എത്തുകയാണിപ്പോൾ. റഫായിലെ മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് അധികാരം നൽകിയിരിക്കുകയാണ് നെതന്യാഹു. റഫായിൽ ടെൻറ്റ് കെട്ടിക്കഴിയുന്ന 19 ലക്ഷം മനുഷ്യർ പരിഭ്രാന്തരാണ്. എവിടേക്കാണ് ഓടുക എന്ന് ഒരു നിശ്ചയവുമില്ല. അവർക്കിനി ഓടാൻ ഒരു ഇടവുമില്ല എന്നതാണ് സത്യം. അവസാനത്തെ അതിർത്തിയിൽ ഈജിപ്തിൻ്റെ മതിലുവരെ അവർ എത്തിയിരിക്കുന്നു. കരമാർഗം ഇസ്രായേൽ സൈന്യത്തിൻ്റെ വെടിവെപ്പ്, മുകളിൽ നിന്ന് വ്യോമാക്രമണം. വംശഹത്യയുടെ അവസാന കളിക്കൊരുങ്ങുകയാണ് ഇസ്രായേൽ. ഗസയിലുള്ള മുഴുവൻ ആളുകളെയും എവിടേക്കെങ്കിലും ആട്ടിപ്പുറത്താക്കണമെന്ന് ആക്രോശിക്കുകയാണ് ഇസ്രായേലിലെ തീവ്ര ജൂതപക്ഷം. ഗസയിൽ ജൂതകുടിയേറ്റവും കയ്യേറ്റവും വീണ്ടും വേണമെന്ന് വാദിച്ച് ഇസ്രായേൽ മന്ത്രിസഭാംഗങ്ങൾ തന്നെ കഴിഞ്ഞയാഴ്ച സമ്മേളനം നടത്തി. നെതന്യാഹുവിന് തീവ്രത പോരാ എന്ന് വാദിക്കുന്നവരാണ് ഇവർ. ഇവർക്ക് കൂടി വഴങ്ങിയാണ് നെതന്യാഹു വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നത്. വെടിനിർത്തലിനായി ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികളും തള്ളുകയാണിപ്പോൾ നെതന്യാഹു.